എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വിനീതമായ സ്വാഗതം. 2026 ആദ്യത്തെ എൻ്റെ വീഡിയോ ആണ്. ഒരു പുതിയൊരു പ്രോഡക്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഡയലക്റ്റ് എന്ന കമ്പനിയുടെ അൾട്രാ ക്ലീൻ പ്ലസ് എന്ന മോഡലിലുള്ള ഒരു ഹൈ പ്രഷർ വാഷർ പമ്പാണ്. പ്രോഡക്റ്റിൻ്റെ കവറിൽ തന്നെ പ്രോഡക്റ്റിൻ്റെ പവർ, മാക്സിമം ഫ്ലോ, മാക്സിമം പ്രഷർ തുടങ്ങിയ ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ 130 ബാർ മാക്സിമം പ്രഷറിലുള്ള ഒരു പമ്പാണിത്. 130 ബാറുണ്ട്, അങ്ങനെ 130 ബാർ, 130, 150 ബാർ അങ്ങനെ പോകും. അത് ഈ നമ്മുടെ വെള്ളത്തിൻ്റെ പ്രഷർ തന്നെയാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ വാറൻറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു QR കോഡാണ് കമ്പനി അവിടെ നൽകിയിട്ടുള്ളത്. ഇതൊരു ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. 1 ഇയർ വാറൻറ്റിയെ ഈ പ്രോഡക്റ്റിന് വരുന്നുള്ളൂ. കൂടാതെ ഇതിൽ വരുന്ന മോട്ടർ കോപ്പർ വൈൻഡിങ് ആണ്. നമുക്ക് ഇതിലും കാട്ടി വില കുറഞ്ഞ പമ്പുകൾ ഓൺലൈൻ സൈറ്റുകളിലുണ്ട്, പക്ഷേ അവയൊക്കെ മിക്കവാറും എല്ലാം അലൂമിനിയം വൈൻഡിങ് ആണ്. ഇത് ഞാൻ വാങ്ങിയത് കാറും ബൈക്കും പിന്നെ നമ്മളെ വീട്ടിൻ്റെ ഫ്ലോറൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാനിത് ഉപയോഗിച്ച് നോക്കി, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ സർവീസിങ് സെൻറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് ഞാൻ വീഡിയോയുടെ അവസാനം തന്നെ പറയാം. കവറിൽ 9,000 രൂപ അടുപ്പിച്ചാണ് വില കാണിക്കുന്നത്, അത്രയ്ക്കൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റായിട്ട് തന്നെ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ യൂസർ മാനുവലും ആണ് കാണിക്കുന്നത്. അതിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് വിശദമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സൈഡിലായിട്ട് തന്നെ 2 ഓസുകൾ കാണാം. ആ കറുത്ത ഓസ് നമ്മുടെ പ്രഷർ വാട്ടറിന് ഉപയോഗിക്കുന്നതും, മറ്റത് ടാപ്പിൽ നിന്നുള്ള വെള്ളവും അല്ലെങ്കിൽ നമ്മളൊരു ബീപ്പയോ ടാങ്കിലോ വെച്ചിരിക്കുന്ന വെള്ളത്തിനെ സക്ക് ചെയ്തെടുക്കാനുള്ള ഓസുമാണ് ആ വൈറ്റ് കളറിലുള്ള ഓസ്. ഈ ഒരു കവറിൻ്റെ അകത്താണ് നമ്മുടെ മോട്ടർ സൂക്ഷിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മോട്ടർ. അതുപോലെ ഈ കാണുന്നതാണ് നമ്മുടെ കാർ വാഷറിന് ഉപയോഗിക്കുന്ന ഷാമ്പു ഫില്ല് ചെയ്യാനുള്ള ഒരു ഡപ്പ. ഇത് നമ്മുടെ ടാങ്കിലോട്ടൊക്കെ ഇടാനുള്ള ഫിൽറ്ററാണ്. പിന്നെ അതിൻ്റെ കുറേ ആക്സസറീസുകൾ സാധനങ്ങളും ഈ കവറിൽ തന്നെ പുറത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ആക്സസറീസുകൾ വരും. ഇതാണ് ഈ പ്രോഡക്റ്റിൻ്റെ പവർ സപ്ലൈയുടെ കേബിള്. അതൊരു 3-3.5 മീറ്ററോളം ലെങ്ത് വരും. ഇതാണ് നമ്മൾ ഫ്ലോറൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന നോസിൽ. ഇതാണ് നമ്മുടെ ഹൈ പ്രഷർ പമ്പ്. അതിൻ്റെ സ്വിച്ച് തന്നെ ഒരു കവേർഡ് ആയിട്ടുള്ളൊരു സ്വിച്ച് തന്നെയാണ്. പിന്നെ ഒരു സാധാരണക്കാരന് ഇതിനെ നോക്കുമ്പോൾ തന്നെ ഇതിനെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വിധം മനസ്സിലാവും. നമ്മുടെ നോസിൽ പുറകിലായിട്ടാണ് അവർ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ നോസിൽ പിടിച്ചാൽ വരില്ല. അതിൻ്റെ അടിയിൽ ലോക്കുണ്ട്. ആ ലോക്ക് സ്വിച്ച് സൈഡിലോട്ടാക്കി കഴിയുമ്പോൾ ഈ സ്വിച്ച് പ്രസ് ആവുന്നതാണ്. കണ്ട, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ സ്വിച്ചിൽ അമർത്തുമ്പോൾ ഇത് ഈ മെഷീനിൽ നിന്നും വിട്ടുവരുന്നതാണ്. അതവിടെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ ക്ഷമിക്കുക, ക്യാമറ പിടിക്കുവാനോ ഉള്ള സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, എന്നാലും ഉടനെ വാങ്ങിക്കും. ഇത്ര ആക്സസറീസുകളാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് കറണ്ട് എഫിഷ്യൻസിയും ഇതിന് വളരെ കുറവാണെന്നാണ് ഇതിൻ്റെ കവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വെയ്റ്റ്ലെസ്സുമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പൊക്കിയെടുത്തുകൊണ്ട് വയ്ക്കാം. വാട്ടറിൻ്റെ നോസിൽ നമ്മൾ ഇതിലോട്ട് പ്രസ് ചെയ്ത് കയറ്റിയാൽ ലോക്കാവും. പിന്നെ അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു നോബ് മുകളിലോട്ടേക്കൊന്ന് പുഷ് ചെയ്തതിന് ശേഷം പുറകിലോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓസ് അൺലോക്ക് ചെയ്യും. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ ഓസിലും വരുന്നത്. ഓസിൽ ലൈൻ കണക്ട് ചെയ്യേണ്ടത് എവിടെയാണ്, അവിടെ ഒരു ലോക്ക് ബട്ടൺ അവിടെ ഉണ്ട്. അത് താഴോട്ടേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓസ് അൺലോക്കായി റിമൂവായി വരുന്നതാണ്. ഞാൻ നമ്മുടെ വീട്ടിൽ ഒരു മാരുതി 800 വാഷ് ചെയ്യണം. മൊത്തം പൊടിയായിരുന്നു. പൊടിക്കുമ്പോൾ എടുക്കാനുള്ള വീഡിയോ എടുത്തില്ല. എങ്കിലും ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കഴുകിയതാണ്. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വന്നു. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ ഫോൺ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അത് കഴുകാൻ വേണ്ടി ഒരുങ്ങിയത്. കണ്ട, നമ്മൾ നല്ലതായി കാണാം. ഉള്ള അഴുക്ക് മൊത്തം ഇളവി തറയിൽ കിടക്കുന്നത്. പ്രോപ്പറായിട്ടൊന്ന് വാട്ടർ സർവീസിന് പോകാറുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അന്ന് പോലുള്ള അഴുക്കുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ആ മൾഗാർഡിൻ്റെ ഉൾഭാഗമൊക്കെ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈ പ്രഷറിൻ്റെ ഓസ് വരുന്നത് 5 മീറ്റർ മാക്സിമം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. 5 മീറ്ററിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കഴുകാം. ഇതേപോലെ 8 മീറ്റർ വരുന്ന പമ്പുകളും ഉണ്ട്. പക്ഷേ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യം അറിയാവൂ എന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ പമ്പിലേക്ക് വാട്ടർ കണക്ഷൻ കൊടുക്കേണ്ട ഓസ്. ഇതൊരു മാക്സിമം 2 മീറ്ററേ തരുന്നുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം.
ഇത് നമ്മൾ ടാങ്കിലോ ബിപിയിലോ ഇടുകയാണെങ്കിൽ അതിലെ വെള്ളത്തെ ഫിൽറ്റർ ചെയ്ത് പമ്പ് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുള്ളത്. പൊടിയും കാര്യങ്ങളകത്ത് കയറണമെങ്കിൽ പമ്പ് അടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ നോസിൽ വരുന്നത്. കൂടാതെ തന്നെ എൻ്റെ നോസിൽ തന്നെ എൻ്റെ റീഡിങ്ങും കാര്യമെല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു 3000 തൊട്ട് ഒരു 15000 രൂപ വരെ വില വരുന്ന ഹൈ പ്രഷർ വാഷർ പമ്പുകളുണ്ട് നിലവിൽ. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ വില വരുന്നത് 4500 രൂപയാണ്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും സൈൻ ഔട്ട്.